എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലെയറിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിന് കിണ്ണത്തപ്പം അല്ലെങ്കിൽ ചിരട്ടയപ്പം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു മിക്സിംഗ് ബൗളിലോട്ട് ഒരു 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടി എടുത്താൽ മതിയാവും. ഇനി ഇതിനകത്തോട്ട് ഒരു നുള്ളു ഉപ്പ്, ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ഒരു 2-3 ഏലക്കയും കൂടി ചേർത്തൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ്. ഇനി ഞാനൊരു 1/4 കപ്പ് തേങ്ങ കുറച്ച് കൂടുതൽ വെള്ളമൊഴിച്ച് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അല്ലാണ്ടങ്ങ് അരഞ്ഞു പോകണ്ട. ഇതിനകത്ത് നന്നായിട്ട് ആ തേങ്ങയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഏത്തയ്ക്ക ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു ഇഡലിത്തട്ടിൽ ഞാൻ കുറച്ച് നെയ്യ് തൂത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കിത് ഓരോ തവിയായിട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ഇഡലിത്തട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് അതിനകം തന്നെ അത് വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കത്തി വെച്ചിട്ടൊന്ന് നടുക്ക് കുത്തി നോക്കുക. അപ്പോൾ അത് ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ടെന്ന അർത്ഥം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബാക്കി വീഡിയോസ് കാണാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്